ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. T20 ലോകകപ്പിൻ്റെ രണ്ടാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് കരുത്തരായ ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 7 മണി മുതലാണ് മത്സരം. ടോസ് നിർണായകമാണ്. വളരെ ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകരും. अपना नाम बताइए, क्या नाम है आपका? सर मेरा नाम ये भार्गव सर, मैं आंध्रा से आया मैच के लिए। आज इंडिया इंग्लैंड मैच है ना सर, बड़ा बढ़िया मैच है। आज पक्का इंडिया विन हो गया। इंडिया विन बट भारी विन है। ठीक है, इंग्लैंड इन केस 120 130 ठीक है ना, ऑल आउट हो गया। पक्का 14 ओवर्स में मैच विन हो गया कंफर्म। I already got the final ticket, but not get the semi-final ticket due to heavy demand. So how hopeful you are that Sanju Samson will score runs like he did in against West Indies in Kolkata? Sanju Samson is in the form. He can manage the pressure than batting in the second spell. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജിൻ ചേരുന്നുണ്ട്. ലിജിൻ, ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ സഞ്ജു സാംസണിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയെ സെമിയിലേക്ക് ഒരു പ്രവേശനം കിട്ടിയതിന് സഞ്ജുവിൻ്റെ പ്രകടനമാണ്. ഒരു ആവേശം ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. സഞ്ജുവിന് ഒരു പ്രഷർ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്. റണ്ണൊഴുകുന്ന പിച്ചിൽ എന്തായിരിക്കും ഇന്ത്യയുടെ പ്രതീക്ഷ? മാത്രമല്ല, ഒരു ടോസിൻ്റെ സമയം എത്താറായെന്ന് തോന്നുന്നു. ഫൈനൽ അതായത് അന്തിമ പട്ടിക, കളിക്കുന്ന പ്ലേയിങ് 11-ൻ്റെ പട്ടിക തയ്യാറായിട്ടുണ്ടോ? രാജേഷ്, തീർച്ചയായിട്ടും വളരെ ആവേശകരമായ ഒരു മത്സരത്തിന് കേവലം മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ടോസ് ഇടും. എന്തായാലും രണ്ട് ടീമുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരു ടീമുകളെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മത്സരമാണ്. ഫൈനലിലേക്ക് എത്താൻ ഇന്നത്തെ മത്സരം രണ്ടു പേർക്കും വിജയിച്ചേ തീരും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരും കരുത്തരായ തുല്യശക്തികളാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഗ്രൂപ്പ് മത്സരങ്ങളാണെങ്കിലും സൂപ്പർ 8 പോരാട്ടങ്ങളാണെങ്കിലും ഇരു ടീമുകളും കളിച്ച ഒരു രീതി നമ്മുടെ മുൻപിലുണ്ട്. ഏറ്റവും പ്രധാനമായും ഇന്ത്യൻ ടീമിനെ പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഒരുപടി മുൻപിലാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും അതുപോലെ ശക്തമാണ്. ഇടയ്ക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മാത്രമാണ് ഇന്ത്യ ചെറുതായി ഒന്ന് പതറിപ്പോയത്. അതിനുശേഷം മലയാളി താരം സഞ്ജു സാംസൺ, ഈ ആരാധകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഓപ്പണർ സഞ്ജുവിൻ്റെ ആ ഒരു മിന്നുന്ന ഫോം തന്നെയാണ്. അത് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് സഞ്ജുവിനെ വഴിതെളിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ് എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും സഞ്ജു, ഒപ്പം തന്നെ അഭിഷേക് ശർമ്മ, ഈ രണ്ടുപേരുടെയും ഓപ്പണിംഗ് വളരെ നിർണായകമാണ് മത്സരത്തിലുടനീളം. അതിനുശേഷം വരുന്ന സൂര്യകുമാർ യാദവ് ആണെങ്കിലും അതിനുശേഷം വരുന്ന തിലക് വർമ്മ അടക്കമുള്ള, ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള, ശിവം ദുബൈ അടക്കമുള്ള വമ്പൻ പേര് കേട്ട താരങ്ങൾ ഒരുപിടിയുണ്ട്. പക്ഷെ അപ്പോഴും മറുവശത്ത് ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് നിര വളരെ ശ്രദ്ധയോടെ നമുക്ക് അത് നോക്കേണ്ടതാണ്. കാരണം ജോഫ്രെ ആർച്ചർ കഴിഞ്ഞ തവണ 5 T20 മത്സരങ്ങളിലും സഞ്ജുവിനെ പുറത്താക്കിയത് ജോഫ്രെ ആർച്ചറിൻ്റെ ഈ ഷോർട്ട് ബോളുകളായിരുന്നു. സഞ്ജു പലപ്പോഴും ഈ വിക്കറ്റ് കളഞ്ഞു കൊടുക്കുന്നതും ഈ ഷോർട്ട് പിച്ച് പന്തുകൾക്ക് മുൻപിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നെറ്റ്സിൽ പരിശീലനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സഞ്ജു പരിശീലിച്ചതും ഈ ഷോർട്ട് പിച്ച് ബോളുകളെ എങ്ങനെ നേരിടാം എന്നുള്ളതായിരുന്നു. ഇനി മറുവശത്ത് ഇംഗ്ലണ്ടിനെ ഒരിക്കലും നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല. കാരണം അവരുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് തന്നെയാണ് ആ ബാറ്റിംഗ് നിരയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഫിലിപ്പ് സാൾട്ടും അതിനുശേഷം വരുന്ന അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ജോസ് ബട്ട്ലറുണ്ട്. ഇന്ത്യയിൽ നിരവധി തവണ അദ്ദേഹം IPL കളിച്ച് ആ ഒരു പരിചയമുള്ളൊരു താരം കൂടിയാണ് ജോസ് ബട്ട്ലർ. മാത്രവുമല്ല അവരുടെ ബാറ്റിംഗ് നിര വലിയ ഡെപ്ത് ഉള്ളതാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു വിക്കറ്റ് പോയാൽ തന്നെ അത് കവർ ചെയ്ത് പോകാൻ അവർക്ക് പല മത്സരങ്ങളിലും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പിച്ചിലേക്ക് വരികയാണെങ്കിൽ നിർണായകമായ ടോസ് വളരെ നിർണായകമാണ്. കാരണം വാങ്കഡയെ സംബന്ധിച്ചിടത്തോളം റൺ ഒഴുകുന്ന പിച്ചാണെങ്കിൽ പോലും രണ്ടാമത് ബാറ്റ് ചെയ്തവർക്കാണ് 80% വിജയം ലഭിച്ചിട്ടുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ആദ്യം ടോസ് ലഭിക്കുന്നവർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എതിർ ടീമിനെ ബാറ്റിങ്ങിലേക്ക് അയക്കാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സെമി ഫൈനൽ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഇന്ത്യൻ മണ്ണിലാണ് കളിക്കുന്നത്. ആരാധകരുടെ സമ്മർദ്ദമുണ്ട്. എന്തായാലും ഫൈനലിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു മത്സരത്തിനാണ് എന്തായാലും വാങ്കഡെ അല്പസമയത്തിനകം വേദിയാകാൻ പോകുന്നത്. ടോസ് ഇപ്പോൾ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ച അന്തിമ 11-ൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ
സാധ്യതയില്ല. കാരണം അതേ പ്ലേയിങ് 11 തന്നെ ഇത്തവണ ഈ സെമിയിലും നിലനിർത്താനാണ് സാധ്യത ഉള്ളതാണ്. പക്ഷേ മറുവശത്ത് ഇംഗ്ലണ്ടും സമാനമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് അവരൊക്കെ തന്നെ പറഞ്ഞത് സെയിം ടീമിനെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ ടീമിനെ തന്നെ നിലനിർത്തും. ഞാൻ ഇടപെട്ടുന്നു. ഇംഗ്ലണ്ട് ചോസ് ടു ഫീൽഡ്, ടോസ് കിട്ടിയിരിക്കുന്നു. ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടോസ് കിട്ടിയ ഫീൽഡിംഗ് അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ടോസ് നിർണായകമാണ് എന്നുള്ളതാണ്. കാരണം വാങ്കഡയെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് സമയം കഴിയുമ്പോൾ പിച്ചിൽ ഈ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ പന്തിൻ്റെ വേഗം, സാധാരണഗതിയിൽ പന്തിൻ്റെ വേഗതയൊക്കെ കുറയുന്നതാണ്. പക്ഷേ വാങ്കഡയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, റൺ ഒഴുകുന്ന പിച്ചാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്കാണ് അവിടെ ഇതുവരെയുള്ള റെക്കോർഡുകളിൽ, അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവരാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. സ്വാഭാവികമായും മികച്ചൊരു സ്കോർ കണ്ടെത്തുക എന്ന് തന്നെയായിരിക്കും ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വഴി. ഇതിൻ്റെ മറ്റൊരു വിഷയം, ഇപ്പോൾ ലിജിൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ഒരു അനുകൂല സാധ്യതയാണ് കൽപ്പിക്കുന്നത്. മുമ്പൊരു ചരിത്രവും അത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ബാറ്റ് ചെയ്ത് രണ്ടാമത് എതിരാളികളെ എറിഞ്ഞിടുക എന്നുള്ള ഒരു വിജയമാണല്ലോ ആവർത്തിച്ച് വന്നിരുന്നത്. ഏറ്റവും ഈ സമീപ കളികളെല്ലാം ഇന്ത്യ ആദ്യം നല്ല ഒരു കൂറ്റൻ സ്കോർ അല്ലെങ്കിൽ എടുത്ത സ്കോർ മികച്ചതാക്കിയതിന് ശേഷം ബൗളിംഗ് കരുത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു ആനുകൂല്യം ഇവിടെ ലഭിക്കാൻ സാധ്യത എത്രത്തോളം? തീർച്ചയായിട്ടും. ഏതായാലും ഇന്ത്യയുടെ ബൗളിംഗ് നിര എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറ അടക്കമുള്ള ബൗളിംഗ് നിര, സ്പിന്നർമാരുണ്ട്, വരുൺ ചക്രവർത്തി അടക്കമുള്ളവർ കഴിഞ്ഞ മത്സരങ്ങളിൽ എങ്ങനെയാണ് പന്തെറിഞ്ഞത് എന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇംഗ്ലണ്ട് ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1-2 പേർ മാത്രമാണ് ഈ സ്പിന്നിനെ വളരെ മികച്ച രീതിയിൽ കളിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ജോസ് ബട്ട്ലറെ പോലെയുള്ള താരങ്ങൾ ഇന്ത്യൻ പിച്ചിൽ നിരവധി തവണ നിരവധി മത്സരങ്ങൾ IPL കളിച്ച് പരിചയസമ്പന്നരാണ്. അവർക്കറിയാം എങ്ങനെയാണ് ഇന്ത്യൻ സ്പിന്നേഴ്സിനെ നേരിടേണ്ടത് എന്നുള്ളത്. അതിനുശേഷം വരുമ്പോൾ സ്വാഭാവികമായി ഒരു മധ്യനിര ഓവറുകളിൽ, പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ എറിയുന്ന, ശിവം ദുബൈ എറിയുന്ന ഓവറുകളൊക്കെ വളരെ നിർണായകമായിരിക്കും. തീർച്ചയായിട്ടും ഡെപ്ത് ഓവറുകളിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും എറിയുക. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു മികച്ച സ്കോർ പടുത്തുയർത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നേരത്തെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ടീം സ്വീകരിച്ചിരുന്ന നിലപാട് ഫസ്റ്റ് ഒരു സ്ഫോടനാത്മകമായ തുടക്കം നൽകുക. അതാണ് സഞ്ജു കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മത്സരത്തിൽ നടത്തിയതും. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ആങ്കർ എന്ന നിലയ്ക്ക് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ച സ്കോർ കണ്ടെത്തുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിലുള്ളത്. സ്വാഭാവികമായും ഒറ്റ മത്സരം, ഈ ഒരു മത്സരം ജയിച്ചാൽ ഫൈനലിലേക്ക് പോകാം. ആരായിരിക്കും കിവികളെ 8-ാം തീയതി നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ നേരിടുന്നത് എന്നത് ഇനി അറിയാൻ കേവലം മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുക. യെസ്, 2020 ലോകകപ്പിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഇന്ത്യ ബാറ്റ് ചെയ്യും. പ്ലേയിങ് 11-ൽ മാറ്റമില്ല.